എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകൾ ഉൾപ്പെടെ 25 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് രാജാ സാബ് എന്ന സിനിമയെക്കുറിച്ചാണ്. മാരുതി സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനായി ജനുവരി ആദ്യം തിയേറ്ററുകളിലേക്ക് പരാജയപ്പെട്ട തെലുഗു സിനിമയാണ് രാജാ സാബ്. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ നേരത്തെ തന്നെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഫെബ്രുവരി 6-ന്, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ സിനിമയുടെ അൺകട്ട് വേർഷൻ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവാൻ പോകുന്നത്. നാരി നാരി, നടുമ മുരാരി, സർവാനന്ദ്, സംയുക്ത മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു തെലുഗു സിനിമയാണ്. കോമഡി റൊമാൻറ്റിക് ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തി ആമസോൺ പ്രൈം വീഡിയോസ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോൾ തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അരുൺ ബോസ് സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി എന്നിവർ തകർത്തഭിനയിച്ച ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് മിണ്ടിയും പറഞ്ഞു. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഈ റൊമാൻറ്റിക് ഡ്രാമ സിനിമയ്ക്ക് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ ചിത്രം OTT റിലീസിനായി ഒരുങ്ങുകയാണ്. സൺനെക്സ്റ്റ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നും ഫെബ്രുവരി 6-ന്, അതായത് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ചിത്രം സൺനെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. റഹ്മാൻ, ഭാവന, ദൃശ്യ, രഘുനാഥ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി റിയ മാരത്ത് സംവിധാനം ചെയ്ത് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് അനോമി. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോൾ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ സിനിമയുടെ ആദ്യ പ്രിവ്യൂ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കാത്തിരിക്കാം ഈ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ പ്രേക്ഷകരിൽ നിന്നുള്ള ആദ്യ അഭിപ്രായങ്ങൾക്കായി. രോഹിത് VS സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനായി മോളിവുഡിൽ നിന്നും മോസ്റ്റ് വെയിറ്റഡ് സിനിമയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാസ് ആക്ഷൻ ഗാങ്സ്റ്റർ മലയാളം സിനിമയാണല്ലോ ടിക്കി ടാക്ക. ഇന്നലെ ഫെബ്രുവരി 4-ന് ആസിഫ് അലിയുടെ ജന്മദിനം പ്രമാണിച്ച് സിനിമയുടെ ടീസർ പുറത്തിറങ്ങുമെന്ന് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആസിഫ് അലിയുടെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ മാത്രമാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. 25 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇനിയും ചിത്രത്തിന് ബാക്കിയുള്ളത്. അപ്പോൾ മാർച്ച് ആദ്യ ആഴ്ചയോടെ സിനിമയുടെ മുഴുവൻ ചിത്രീകരണവും പൂർത്തിയാകും. ജോൺ ഡെൻവർ എന്ന കഥാപാത്രത്തെയാണ് ആസിഫ് അലി ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന മറ്റൊരു സിനിമയാണ് കൊമ്പ് CV. കാളി വെങ്കട്ട്, ശരത് കുമാർ എന്നിവർ പ്രധാന റോളിൽ എത്തുന്ന തമിഴ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് തെങ്കോട്ട OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഫെബ്രുവരി 6-ന്, അതായത് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് തെങ്കോട്ട OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്യുമെന്നിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത് ധനുഷ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ D55. ഇപ്പോഴത്തെ സിനിമയുടെ ഒരു വമ്പൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിൽ ശ്രീലീല, സായ് പല്ലവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മൂവി ടീം അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ മമ്മൂക്കയും D55-ൽ ഉണ്ടാവുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന സിനിമയുടെ പൂജ ഇപ്പോൾ നടന്നിട്ടുണ്ട്. ആക്ഷൻ ഡ്രാമ ജോണറിൽ തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തി അത്യാവശ്യം നല്ലൊരു അഭിപ്രായം നേടിയെടുത്ത രാകേഷ് മാധവൻ സിനിമയാണ് നീലകണ്ഠ. ചിത്രത്തിൽ മഹേന്ദ്രൻ, നേഹ പത്താൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ഫെബ്രുവരി 6-ന് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് നീലകണ്ഠ സൺനെക്സ്റ്റ് വഴി തമിഴ്, തെലുഗു ഭാഷയിൽ സ്ട്രീം ചെയ്യും. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, ഷമ്മി തിലകൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി മോളിവുഡിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ കോമഡി ഡ്രാമ സിനിമയാണ് ആശാൻ. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്നും നിരൂപകരിൽ നിന്നും ചിത്രത്തിന്റെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ആദ്യ ദിവസം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമയ്ക്ക് ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് എല്ലാം തന്നെ തിയേറ്ററിൽ വലിയ കയ്യടിയാണ് ചിത്രത്തിന് നേടിക്കൊടുത്തത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം താഴെയൊന്ന് കമന്റ് ചെയ്യൂ. രൺബീർ കപൂർ, സായ് പല്ലവി എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി നിതീഷ് തിവാരി സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന പാനന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ രാമായണ. രാമനായി രൺബീർ കപൂർ ഈ സിനിമയിൽ എത്തുമ്പോൾ സീതയായി സായ് പല്ലവി ആയിരിക്കും ഈ ബോളിവുഡ് സിനിമയിൽ എത്തുന്നത്. നിലവിൽ ചിത്രത്തിന്റെ 90% ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ വലിയ പണി തന്നെയാണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്.
കാരണം എന്തെന്നാൽ ചിത്രം വീണ്ടും റീഷൂട്ട് ചെയ്യാനായി ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. കാരണം ചിത്രത്തിൽ ഹനുമാന്റെ വേഷത്തിലെത്തുന്ന സണ്ണി ഡിയോളിന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചില്ല എന്ന കാരണത്താലാണ് സിനിമ വീണ്ടും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 1000 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന സിനിമ വരുന്ന ദിവാലി സ്പെഷ്യൽ ആയിട്ടായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ജീവനായകനായി തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ തലൈവർ തമ്പി തലൈമയിൽ. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത സിനിമയുടെ OTT റിലീസിനായാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്ന് നമുക്കറിയാനായി കഴിയുന്നു. ചിത്രം അടുത്ത ആഴ്ച ഫെബ്രുവരി 13-ന് നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ സ്ട്രീം ചെയ്യും. നാനി നായകനായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും ശ്രീകാന്ത് ഒഡീൽ സംവിധാനം ചെയ്ത് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ദ പാരഡൈസ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനമെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ആക്ഷൻ എപ്പിക് ഡ്രാമ ജോണറിൽ ഒരുക്കുന്ന സിനിമ നേരത്തെ മാർച്ച് 26-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്ത് 2026 ജൂൺ 26-ന് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. മാത്യു തോമസ് നായകനായി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT റിലീസിനായി നിരവധി ആരാധകരാണ് ഇനിയും കാത്തിരിക്കുന്നത്. കോമഡി ഹൊറർ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം C5 സ്വന്തമാക്കി എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ചിത്രം അടുത്ത ആഴ്ച ഫെബ്രുവരി 13-ന് C5 വഴി OTT റിലീസ് ചെയ്യും. ഗോകുലം മൂവീസ് നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്രകഥാപാത്രമായി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ആശകളായിരം. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായി. ശിവകാർത്തികേയൻ, ശ്രീലീല എന്നിവർ പ്രധാന വേഷത്തിലെത്തി ജനുവരി ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണല്ലോ പരാശക്തി. 150 കോടിയോളം രൂപ ബഡ്ജറ്റിലെത്തിയ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും 80 കോടിയോളം രൂപ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിനായി ഒരുങ്ങുകയാണ്. C5 ഇന്ത്യയാണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി സിനിമ എന്ന് OTT റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 7-ന് പരാശക്തി C5 വഴി സ്ട്രീം ചെയ്യും. പോൾ ജോർജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ആന്റണി വർഗീസ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ കാട്ടാളൻ. ആക്ഷൻ അഡ്വഞ്ചർ ജോണറിൽ പുറത്തിറങ്ങുന്ന സിനിമയിൽ ജഗദീഷ്, സിദ്ദീഖ്, സുനിൽ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് തീയതി പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന മെയ് 14-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സിനിമയുടെ റിലീസ് 2 ആഴ്ച കൂടെ തള്ളി മെയ് 28-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അറ്റ്ലി സംവിധാനം ചെയ്ത് അല്ലു അർജുൻ നായകനായി വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ AA23. സൺ പിക്ചേഴ്സ് നിർമ്മിച്ച് 700 കോടിയോളം രൂപ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പുഷ്പ 2 എന്ന സിനിമയ്ക്ക് ശേഷം രശ്മിക അല്ലു അർജുൻ കോംബോ വീണ്ടും ഈ സിനിമയിലൂടെ ഒന്നിക്കുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രശ്മിക ഈ സിനിമയിൽ ഒരു ബോൾഡ് കഥാപാത്രത്തെ ആവും അവതരിപ്പിക്കുക എന്നും റിപ്പോർട്ടിൽ പറയുന്നു. രശ്മികയ്ക്കൊപ്പം ജാൻവി കപൂർ, ജിം ഷർബ് തുടങ്ങിയവരും സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു. ഈ വർഷം അവസാനത്തോടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി 2027-ൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. അജിത്ത് നായകനായി 2004-ൽ പുറത്തിറങ്ങി റിലീസ് ചെയ്യപ്പെട്ട തമിഴ് സിനിമയാണല്ലോ അട്ടഹാസം. ചിത്രത്തിന്റെ റീമാസ്റ്റേർഡ് പതിപ്പ് ഫെബ്രുവരി 6-ന്, അതായത് ഇന്ന് രാത്രി 12 മണിയോടെ സിംപ്ലി സൗത്ത് വഴി ചിത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ലാലേട്ടനെ നായകനാക്കി ഏപ്രിൽ 2-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ദൃശ്യം 3. നിലവിൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ അവസാന ഭാഗമായിരിക്കുമെന്ന് ജിത്തു ജോസഫ് നേരത്തെ തന്നെ കൺഫേം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടെ ദൃശ്യം 3 ട്രെയിലർ പുറത്തിറങ്ങുമെന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കാത്തിരിക്കാം സിനിമയുടെ ട്രെയിലർ കാണാനായി. അരുൺ വർമ്മ സംവിധാനം ചെയ്ത് നിവിൻ പോളി, ലിജോ മോൾ ജോസ് എന്നിവർക്ക് കേന്ദ്ര കഥാപാത്രമായി ഡ്രാമ, ഫാമിലി, ത്രില്ലർ ജോണറിൽ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ ബേബി ഗേൾ. തിയേറ്ററിൽ പ്രതീക്ഷിച്ചതുപോലൊരു വിജയം ചിത്രത്തിന് നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. സോണിലിവ് നേരത്തെ തന്നെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ അടുത്ത ആഴ്ച ഫെബ്രുവരി 13-ന് സോണിലിവ് വഴി OTT റിലീസ് ചെയ്യുമെന്നിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ചത്താപ്പച്ച.
ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ഫൈനൽ റണ്ണിലേക്ക് അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ OTT റിലീസിനായി നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാത്തിരിക്കുന്ന ആരാധകർക്ക് സന്തോഷ വാർത്ത പുറത്തു വരുമ്പോൾ ചത്താപ്പച്ച സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്നൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി മാസം അവസാനത്തോടെ ചത്താപ്പച്ച നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യും. ഫെബ്രുവരി 27 ആണ് എക്സ്പെക്റ്റഡ് ഡേറ്റ്.